ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് മോക്ക ചോക്ലേറ്റ് കപ്സ് റെഡിയാക്കിയാലോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന കപ്പിലാണ് ഈ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മോക്ക സ്പോഞ്ച് കേക്കിൻ്റെ 4 പീസ് ഇതേപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് ചേർക്കാം. നമ്മൾ ചെറിയൊരു ലൂസി കൺസിസ്റ്റൻസിയിലാണ് ഈ ക്രീം ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ കേക്കിൽ നിന്നൊക്കെ എടുക്കുന്ന ആ ഒരു രീതിക്ക് എടുക്കേണ്ട കാര്യമില്ല, ഈ ഒരു കൺസിസ്റ്റൻസി മതി ഇതിന്. അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇതേപോലത്തെ 2 ചായ കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പീസ് കേക്ക് ഈ കപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ പഞ്ചസാര പാനി റെഡിയാക്കി എടുത്തതിലേക്ക് 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഈ കേക്ക് സോക്കാവുന്ന രീതിയിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വിപ്ഡ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ 2 കപ്പിലും ഒന്ന് ക്രീം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതെയായിട്ട് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും പഞ്ചസാര പാനി കൊണ്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മോക്ക ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതിൻ്റെ മീതെ നമുക്ക് വീണ്ടും നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട്. എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 2 കപ്പും നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റിനുമായിട്ട് ചോക്ലേറ്റ് കേക്കിൻ്റെ ക്രംസ് കൂടി ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ല ക്യൂട്ടായിട്ടുള്ള മോക്ക ചോക്ലേറ്റ് കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയും യമ്മി ആയിട്ടുള്ള മോക്ക ചോക്ലേറ്റ് കപ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ഈ മോക്ക ചോക്ലേറ്റ് കപ്സ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.